ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ 5ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സ്റ്റഡി ടേബിൾ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ ഒഴികെ പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ വേസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു DIY വേസ്റ്റ് ബിൻ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും പഴയ കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ബോക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലത്തെ 4 പീസ് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് ചേർത്ത് ഒട്ടിച്ചിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കാം. നമുക്ക് നിങ്ങളുടെ കയ്യിൽ ബോക്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, അപ്പോൾ എളുപ്പം പണി കഴിയും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഞാൻ ഈ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്, നല്ലോണം സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അത് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വരച്ചത് കാണുന്നില്ലേ, ഈ വരച്ചതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു യെല്ലോ ചാർട്ട് പേപ്പർ വെച്ചിട്ട് അത് കവർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പുറം ഭാഗത്ത് നന്നായി ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊരു പീസ് ഓഫ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇതേപോലെ വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ഈ ഒരു കാർഡ്ബോർഡ് പീസ്. അപ്പോൾ അതേപോലെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവിന് ഭാഗമായിട്ടുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇതിൽ അളവൊന്നും പറയാത്തത്, നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെയും കയ്യിലുള്ള ബോക്സ് സെയിം വലുപ്പമായിരിക്കില്ലല്ലോ, അതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ആ ചാർട്ട് പേപ്പർ ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ച് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ വേറൊരു ചെറിയൊരു പീസ് കാർഡ്ബോർഡും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ മേൽക്കൂര ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാതും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും യെല്ലോ പേപ്പർ വെച്ച് ഒട്ടിച്ച കാരണം ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു തീമിൽ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ സ്റ്റഡി ടേബിളായ കാരണം ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് വാട്ടർമെലൻ്റെ തീമിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മിനിയൻസിൻ്റെ തീമിൽ, അങ്ങനെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഇമോജീസ് ആക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വേസ്റ്റ് ബിൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അരികത്തായിട്ടോ എവിടെയെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ടേബിളിൻ്റെ അടുത്തൊരു വിൻഡോ ഉണ്ട്, അവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഇതേപോലെയാണ് വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ നിറയുമ്പോൾ എടുത്ത് കളയാനും എളുപ്പമാണ്. നല്ല ക്യൂട്ടാണ്. ഇതേപോലെ ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് നമ്മുടെ പഠിത്തത്തിനോടനുബന്ധിച്ചിട്ടുള്ള വേസ്റ്റുകളാണ് നമ്മളിതിലിടുന്നത് കേട്ടോ. വേറെ നനവുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലിടാനായിട്ട് പറ്റില്ല. നമ്മളിതൊരു കാർഡ്ബോർഡ് കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഷി കഴിഞ്ഞ പേന അല്ലെങ്കിൽ പെൻസിൽ ചെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് എഴുതി തെറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ആ പേജസ് ഉണ്ടായിരിക്കും. അങ്ങനെ പല കുട്ടികൾ ഇരിക്കുന്നിടത്ത് പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ഉണ്ടായിരിക്കും വേസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ വേസ്റ്റൊക്കെ ഇട്ട് നമ്മുടെ പഠിക്കുന്ന ഭാഗം ഒന്ന് നീറ്റായിട്ട് ഇരിക്കാനായിട്ട് ഇതേപോലെ ഒരു വേസ്റ്റ് പിന്നെ അത്യാവശ്യമാണ്. എനിക്കിതെന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ, ഇതിൻ്റെ യൂസ്ഫുൾ ആയോ എന്നൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇനി 1-2 വീഡിയോസും കൂടിയാണ് ഈ ഒരു ടാസ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇനി എന്തൊക്കെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതും താഴെ പറയാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഒരു 2 വീഡിയോസിലും കൂടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.